ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഓട്ടോകാഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോകാഡ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം വിൻഡോ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കറിയാം ന്യൂ എന്ന് പറഞ്ഞൊരു ഫയലിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ എന്ന ഫയലിൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കും നമ്മുടെ കണ്ടീഷനിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരാം. അപ്പോൾ നമ്മൾ ന്യൂ എന്ന് പറഞ്ഞ ഫയലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ വരും. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം യൂണിറ്റ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുക. യൂണിറ്റ്സ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് അനുയോജ്യമായത് ഇപ്പോൾ മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മില്ലിമീറ്ററിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് മില്ലിമീറ്റർ ആണോ എന്ന് കൺഫേം ചെയ്യുക. ഇപ്പോൾ നമ്മൾ മില്ലിമീറ്റർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ഇഞ്ചിലാണെങ്കിൽ അത് മാറ്റിയിട്ട് മില്ലിമീറ്ററിലേക്ക് ആക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാം. നമ്മുടെ ഏത് യൂണിറ്റാണ് നമുക്ക് ആവശ്യമുള്ളത് അത് ചെയ്യാം. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണലാണ് നമ്മൾ ഇൻ്റർനാഷണൽ. പിന്നെ ഡെസിമൽസ് പ്രിസിഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ അത് നമുക്ക് 0 കൊടുക്കാം. അതായത് ആംഗിളിൻ്റെയാണ് കോണിൻ്റെ ഡിഗ്രി ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണത് ആംഗിൾ എടുക്കുക. ഇപ്പോൾ 0 മുകളിലേക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും അതിൻ്റെ ആംഗിൾ 90, 180, 270 അങ്ങനെ വരാം. ഓക്കെ, 90 എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ മുകളിലേക്ക്, 180 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അങ്ങനെ 270 എന്ന് പറയുമ്പോൾ താഴത്തേക്ക്, അഗൈൻ 360. ഇതാണ് ഇപ്പോൾ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് വരാം. ഇനി നേരെ തിരിച്ചാൽ വേണ്ടെങ്കിൽ ക്ലോക്ക് വൈസ് ആക്കാം, അത് എനേബിൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഡെസിമൽ അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് നമുക്ക് നമ്മൾ ഡെസിമൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെസിമൽ അടിക്കുക, അതിനുശേഷം ഓക്കെ അടിക്കുക. ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട. ഓപ്പൺ ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, യൂണിറ്റ്സ് സെറ്റ് ചെയ്യുക. ഓക്കെ, യൂണിറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ UN എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടിക്കുക. UN എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർ ചെയ്താലും അല്ലെങ്കിൽ യൂണിറ്റിന് ഫുള്ള് എൻ്റർ ചെയ്താലും നമുക്ക് ഇതിൻ്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് വരക്കേണ്ട ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട്, വരക്കേണ്ട ഒബ്ജക്റ്റ് ചിലപ്പോൾ നമുക്കൊരു A4 ഷീറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ആ സൈസ് നമ്മളിതിൽ സെറ്റ് ചെയ്യാം. അതിന് നമ്മൾ ലിമിറ്റ്സ് എന്നാണ് പറയാം. LIMITS, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പേപ്പറാണ്, ഒരു പേപ്പർ എന്ന് വെച്ചാൽ ഒരു ഏരിയയാണ്, റെക്റ്റാങ്കിൾ ഏരിയ അല്ലെങ്കിൽ സ്ക്വയർ ഏരിയ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഏരിയ നമുക്ക് 2 കോർണർ പോയിന്റാണ്, ഡയഗണലിൽ 2 കോർണർ പോയിന്റാണ് നമുക്ക് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്തപ്പോൾ അതിൽ എഴുതി കാണിക്കുന്നത് ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ, താഴെയുള്ള ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് ഏതാണെന്ന്. അത് നമ്മൾ ഓറിജിൻ തന്നെ, ഇപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോൾ ഇതാണ് 00, XY എന്ന് പറയുന്ന UCSൻ്റെ സെൻറ്ററാണ് 00. അപ്പോൾ നമ്മൾ അത് തന്നെ മതി എന്നുള്ള രീതിയിൽ 0,0 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് ഇവിടെ ഏത് പോയിന്റാണ്, ഇത് അപ്പർ റൈറ്റ് കോർണർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അവിടെ നെക്സ്റ്റ് എഴുതി കാണിക്കേണ്ട ചെയ്യുമ്പോൾ തന്നെ സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വാല്യൂ കൊടുക്കണം. ഇപ്പോൾ A4 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, A4ൻ്റെ സൈസ് എഴുതി കൊടുക്കാം നമുക്ക് 297. അപ്പോൾ എക്സിൽ 297, വൈയിൽ 210, കോമ 297, കോമ 210. അത് ഒരു A4ൻ്റെ ഷീറ്റിൻ്റെ സൈസാണ്. അപ്പോൾ നമ്മളത് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിമിറ്റ് സെറ്റായി. പക്ഷേ ലിമിറ്റ് സെറ്റായാൽ മാത്രം പോരാ, ആ ലിമിറ്റ് നമ്മുടെ സ്ക്രീനിലേക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ സൂം ഓൾ കൊടുക്കുക നമുക്ക്. അപ്പോൾ സൂം ഓളിൻ്റെ ഷോർട്ട് കട്ട് കീ, സൂമിൻ്റെ ഷോർട്ട് കട്ട് കീ Z ആണ്. അപ്പോൾ Z കീബോർഡിൽ അടിക്കാം, എൻ്റർ ചെയ്യാം, A അടിക്കാം, എൻ്റർ ചെയ്യാം. അപ്പോൾ അത് മാക്സിമം നമ്മുടെ സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അത് സെറ്റായി വരും. അങ്ങനെയാണ് നമ്മൾ 2 കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് യൂണിറ്റ് സെറ്റ് ചെയ്തു, അതിനുശേഷം ലിമിറ്റ് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സാമ്പിളായിട്ട് കുറച്ച് ഫിഗേഴ്സ് വരയ്ക്കാം. ഞാൻ കുറച്ച് ഒരു ലൈൻ വരക്കാം. അപ്പോൾ ലൈനിലൂടെ നമുക്ക് ഡ്രോ എന്ന് പറയുന്ന പാനൽ ഇതിൽ കിടക്കുന്നുണ്ട്, കണ്ടോ? ഈ പാനലിൽ നമ്മുടെ ലൈൻ കമാൻഡ് ജസ്റ്റ് ഇവിടെ പോയി ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ എന്ന് പറഞ്ഞ കീബോർഡിൽ അടിച്ചു കൊടുക്കാം, അതെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് കീ L എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് തോന്നിയ കൂട്ടി വേണമെങ്കിൽ ഇവിടെ ലൈൻ ഇങ്ങനെ വരക്കാം, നമുക്ക് ഇങ്ങനെ വരക്കാം. ലൈൻ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള കൂട്ടൊക്കെ വരച്ചിടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് സർക്കിൾ വേണമെങ്കിൽ സർക്കിൾ എടുത്തിട്ട് ഇങ്ങനെ വരക്കാം, വേറെ സർക്കിൾ വേണമെങ്കിൽ ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സർക്കിൾ ഒക്കെ വരച്ചിടാം.
ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ സെലക്ഷൻ നമ്മളിത് എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമുക്കിത് വരച്ചത് ഇപ്പോൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ. സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ ഡിലീറ്റ് ചെയ്യും. പക്ഷേ ആക്ച്വലി നമ്മൾ അങ്ങനെയല്ല ഈ ഓട്ടോകാഡിൽ ഇത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരുവിധം എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യുക. ഓക്കെ. ഓട്ടോകാഡിൽ അതിന് പ്രത്യേകം നമുക്ക് ഒരു ടൂളുണ്ട്. അതാണ് ഇറേസ് എന്ന് പറഞ്ഞ ടൂള്. ഈ നമ്മുടെ ഒരു പെൻസിലിൻ്റെ റബ്ബർ പോർഷൻ ഉള്ള വരെയുള്ള സിമ്പിൾ. ഇറേസ് എന്ന ടൂൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എൻറ്റിറ്റിയാണ് ഏത് ഭാഗമാണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഏത് എൻറ്റിറ്റിയാണ് ആ ഭാഗം സെലക്ട് ചെയ്യുക. നമുക്ക് ഇത് വേണ്ട, ഇത് വരച്ചത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഇത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിം കളറാവും ലൈൻ. ഓക്കെ. അതിനുശേഷം ഈ ലൈൻ ഇത് വേണ്ട, അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്തു. ഈ ഒരു സർക്കിളും എനിക്ക് ആവശ്യമില്ല. ഓക്കെ. ഈ ഒരു ലൈനും ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതും എനിക്ക് ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതൊക്കെ ഡിം കളറാവും. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ അമർത്തി എൻ്റർ അടിച്ചാലും പോകും. ഇപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരെണ്ണം ഈ സർക്കിൾ എനിക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് അമർത്തിയിട്ട് അഗെയിൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും. അതായത് ആ ഡിം കളർ മാറി അത് ആ സെലക്ഷൻ ഒഴിവാക്കി കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു ലൈനും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് അമർത്തിയിട്ട് ആ ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് സെലക്ട് ചെയ്ത ആ ലൈനും സെലക്ഷൻ പോകും. ഇനി റൈറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ജസ്റ്റ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ ഇറേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത് വെച്ചത് കട്ടായി പോകും ഓട്ടോമാറ്റിക്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു എൻറ്റിറ്റി, നമുക്ക് ആവശ്യമില്ലാത്ത എൻറ്റിറ്റി സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അമർത്തുക. ഓക്കെ. ജസ്റ്റ് സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ ഇത് ഡിലീറ്റ് ആയി പോകും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പലപ്പോഴും പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അത് പക്ഷേ ഓട്ടോകാഡിൻ്റെ അല്ല, അതുകൊണ്ട് കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുക. പക്ഷേ അതങ്ങനെയല്ല, ഇറേസ് ടൂളാണ് നമ്മൾ ഓട്ടോകാഡിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ വേറെ 3 സെലക്ഷൻസ് ഉണ്ട്, സെലക്ഷൻ മെത്തേഡ് ഉണ്ട്. ഒന്ന് നമ്മൾ ഫുള്ളായിട്ട് വിൻഡോ സെലക്ഷൻ എന്നാ പറയുക. വിൻഡോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ മൗസ് ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തു, താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തു, ജസ്റ്റ് 2 ക്ലിക്ക്, ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്തു, ഒന്ന് ഈ ഒരു മൂലയിൽ, അതായത് റൈറ്റ് താഴെ ഉള്ള ഒരു മൂലയിൽ ക്ലിക്ക് ചെയ്തു, എല്ലാം കൂടി കവർ ചെയ്തിട്ട്. ഇതിന് നമ്മൾ വിൻഡോ സെലക്ഷൻ എന്ന് പറയാം. ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം പോകും. ഓക്കെ. അൺഡു അടിക്കുകയാണ്, കൺട്രോൾ ഇസെറ്റ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വിൻഡോ സെലക്ഷൻ ആണ്. വിൻഡോ സെലക്ഷൻ എങ്ങനെ തിരിച്ചറിയാൻ വെച്ചാൽ വിൻഡോ സെലക്ഷൻ കളർ ബ്ലൂ കളറാണ്. ഓക്കെ. ബ്ലൂ കളറാണ് വിൻഡോ സെലക്ഷൻ. അതുമാതിരി തന്നെ വിൻഡോ സെലക്ഷൻ ബ്ലൂ കളർ ആകുമ്പോൾ നമുക്ക് മറ്റേത് ക്രോസിംഗ് വിൻഡോ ടൈപ്പാണ്. ക്രോസിംഗ് വിൻഡോ എന്ന് പറയുമ്പോൾ ആണോ നമ്മൾ ലെഫ്റ്റിലേക്കാണ് എടുക്കുന്നത്, മറ്റേത് റൈറ്റിലേക്കാണ് എടുത്തെങ്കിൽ പിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് എടുക്കുന്നത് വിൻഡോ സെലക്ഷനും, പിക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രോസിംഗ് വിൻഡോ സെലക്ഷൻ ആണ്. ക്രോസിംഗ് വിൻഡോ സെലക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി, ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ 2 ലൈനും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു കോൺ സെലക്ട് ആയുള്ളൂ, പക്ഷെ അത് 3 സെലക്ട് ആയി. പക്ഷേ വിൻഡോ ടൈപ്പിലാണെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് കവർ ചെയ്താൽ മാത്രമാണ് അത് സെലക്ഷൻ ആവുള്ളൂ. ഇത് ഫുള്ളായിട്ട് കവർ ചെയ്യണം. ഈ സർക്കിൾ ഫുള്ളായിട്ട് കവർ ചെയ്തപ്പോൾ അത് മാത്രം സെലക്ട് ആയി. അതാണ് ക്രോസിംഗ് വിൻഡോ എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതാണ് ക്രോസിംഗ് വിൻഡോയും വിൻഡോ സെലക്ഷനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ലാസോ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസോ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ്. ലാസോ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പിക്ക് ചെയ്തിട്ട് ലാസോ സെലക്ഷൻ നമുക്ക് ബ്ലൂ കളറും വിൻഡോ ടൈപ്പും അതുപോലെ ക്ലോസിംഗ് വിൻഡോ ടൈപ്പും പോലെ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ പിക്ക് ചെയ്ത് പിടിക്കുന്നത്, അതായത് മൗസ് പിക്ക് ചെയ്തിട്ട് വിടുകയല്ല, ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ക്ലിക്ക് 2 കോർണറിൽ ക്ലിക്ക് ചെയ്യുന്നതിന് നമ്മൾ വിൻഡോ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ക്ലോസിംഗ് വിൻഡോ ടൈപ്പ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ക് ചെയ്ത് വിടുന്നില്ല, പിക്ക് ചെയ്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു, അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരികയാണ്. മൗസ് ലെഫ്റ്റ് ബട്ടൺ പിക്ക് ചെയ്ത് പിടിച്ചിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ചെയ്യുന്നതിനാണ് ലാസോ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതുമാതിരി ലെഫ്റ്റ് സൈഡിൽ നിന്നും നമുക്ക് പോസിബിൾ ആണ്. ലെഫ്റ്റ് സൈഡിലേക്കും നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ലാസോ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 3 സെലക്ഷൻ നമ്മൾ ഓട്ടോകാഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് മൂവ് സെലക്ഷൻസ് ഒത്തിരി ഉണ്ട്. ഫ്രഞ്ച് സെലക്ഷൻസ്, പ്രീവിയസ് സെലക്ഷൻ, ലാസ്റ്റ്, അങ്ങനെ ഒത്തിരി സെലക്ഷൻ ഉണ്ട്. പിന്നെ കൺട്രോൾ അമർത്തിയിട്ട് ഓൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സെലക്ട് ആവും. നമ്മുടെ സ്ക്രീനിലുള്ള എല്ലാം സെലക്ട് ചെയ്യുന്നതിന് കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് എ അടിക്കുക. കൺട്രോൾ എ രണ്ടും അടിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ അടിച്ചിട്ട് എ അടിച്ചു കഴിഞ്ഞാൽ, രണ്ടും കൂടി അമർത്തി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ എന്തൊക്കെയുണ്ട് ഓൾ സെലക്ഷൻ ആണ്, എല്ലാം സെലക്ട് ആവും. അതിനുശേഷം നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം.
അങ്ങനെ നമുക്ക് ഇത് പോസിബിളാണ്. ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറേസ് ചെയ്യുക. ഓക്കെ. ഇറേസ് ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അൺഡു അടിക്കാം. ഓക്കെ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ.